Hi friends, welcome back to Sarika's vlog. ഒരു വലിയ നോവലോ ആർട്ടിക്കിളോ ഒക്കെ വായിക്കുന്ന സമയത്ത് ഇത് ആരെങ്കിലുമൊക്കെ ഒന്ന് വായിച്ച് തന്നിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നാറില്ലേ? എങ്കിൽ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ടും കാണുക. ഗൂഗിൾ സെർച്ച് എഞ്ചിൻ്റെ അഡ്വാൻസ്ഡ് വേർഷനായ ഗൂഗിൾ ഗോയുടെ ഒരു അടിപൊളി ഫീച്ചറാണ് ഞാനിന്ന് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ഗൂഗിൾ ഗോ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുക. അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാൾ ആയ ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ ഒന്നിലധികം മെയിൽ ഐ ഡികൾ അഥവാ ഗൂഗിൾ അക്കൗണ്ട്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഏതാണോ ഈ ബ്രൗസറിലേക്ക് വേണ്ടത് അതിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ബ്രൗസറിലേക്ക് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു ആരോ മാർക്ക് കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ പേജിലേക്ക് പോകും. ആദ്യം തന്നെ ഇവിടെ നിന്ന് നമ്മളൊരു ഭാഷ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ലൊക്കേഷൻ പെർമിഷൻ ചോദിക്കും, അതൊന്ന് അലോ ചെയ്ത് കൊടുക്കുക. ഇത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഗൂഗിൾ ഗോയുടെ ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസ് ലഭിക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ അടിപൊളി ഫീച്ചർ എന്താണെന്ന് കാണിക്കുവാനായിട്ട് നമ്മളൊരു സെക്കൻഡ് ലാംഗ്വേജ് കൂടി സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ടോപ്പ് റൈറ്റ് കോർണറിൽ കാണുന്ന ഗിയർ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ദേ ഇവിടെ ലാംഗ്വേജ് എന്നുള്ളിടത്ത് ചൂസ് ലാംഗ്വേജ് എന്നുള്ളതിൽ ഇംഗ്ലീഷ് എന്ന് നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ തന്നെ ചൂസ് എ സെക്കൻഡ് ലാംഗ്വേജ് എന്ന് കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മിക്കവാറും എല്ലാ ഭാഷകളുടെയും പേര് വരുന്ന ഒരു ലിസ്റ്റ് നമുക്കിവിടെ കാണുവാൻ പറ്റുന്നതാണ്. അതിൽ നിന്ന് മലയാളം എന്നുള്ളത് കണ്ടുപിടിച്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഗൂഗിൾ ഗോയുടെ ആ ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഫുട്ബോൾ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഇതാ ഫുട്ബോളിനെ പറ്റി പല വെബ്സൈറ്റിൽ നിന്നുള്ള ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണുവാൻ പറ്റുന്നതാണ്. അതിൽ നിന്നും ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് സെലക്ട് ചെയ്ത് അതിലേക്ക് ഓപ്പൺ ചെയ്ത് കയറുക. ഞാനിപ്പോൾ ഫുട്ബോളിനെ പറ്റിയുള്ള ആ ഒരു പേജിലേക്ക് വന്നു കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ ഇംഗ്ലീഷിലുള്ള ഈ കണ്ടൻറ്റ് നമുക്ക് വായിച്ച് കേൾക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ കാണുന്ന പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. Football, published by Wikipedia. Football is a family of team sports that involve, to varying degrees, kicking a ball to score a goal. Unqualified, the word football normally means the form of football. ഇതാ ഇപ്പോൾ ഈ പേജിലുള്ള കണ്ടൻറ്റ് മുഴുവൻ ഗൂഗിൾ ഗോ നമുക്ക് വായിച്ച് കേൾപ്പിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഏത് ഭാഷയിലാണെങ്കിലും നമുക്ക് വായിച്ച് കേൾക്കാൻ പറ്റുന്നതാണ്. ഇനി എനിക്കിതിനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ട്രാൻസ്ലേഷൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്നും മലയാളം എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ ഇതെല്ലാം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ താഴെ കാണുന്ന ഒരു പ്ലേ ബട്ടൺ കണ്ടോ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. ഫുട്ബോൾ വിക്കിപീഡിയ പ്രസിദ്ധീകരിച്ചത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനപ്രിയതയുള്ള കായിക വിനോദമാണ് കാൽപന്തുകളി അഥവാ ഫുട്ബോൾ. 11 പേരടങ്ങുന്ന 2 ടീമുകൾ തമ്മിലുള്ള മത്സരമാണ്. ചതുരാകൃതിയിലുള്ള മൈതാനത്തിലാണ് കളി നടക്കുന്നത്. കേട്ടില്ലേ, ഈ പേജിലുള്ളത് മുഴുവൻ മലയാളത്തിലേക്ക് ആക്കിയിട്ട് ഗൂഗിൾ ഗോ നമുക്ക് വായിച്ച് കേൾപ്പിക്കുന്നുണ്ട്. എത്ര നീളമുള്ള പേജാണെങ്കിലും ഇത് നമുക്ക് കംപ്ലീറ്റ് വായിച്ച് കേൾപ്പിക്കും. വലിയൊരു പേജൊക്കെ ആകുമ്പോൾ ഫോൺ എവിടെയെങ്കിലും വച്ചിട്ട് നമുക്ക് ഗൂഗിൾ ഗോയിനെ കൊണ്ട് ഈ പേജ് കംപ്ലീറ്റ് വായിപ്പിച്ച് നമുക്ക് കേൾക്കാം. അടിപൊളി ഫീച്ചറല്ലേ? പിന്നെ ഇതിൻ്റെ ഹോം പേജിൽ തന്നെ ഗൂഗിൾ ലെൻസിൻ്റെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ. ഗൂഗിൾ ലെൻസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ ലൈറ്റായിട്ടുള്ള ഫാസ്റ്റ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു ബ്രൗസറാണ് ഗൂഗിൾ ഗോ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന റെഡ് കളറുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.